Hello guys, welcome to അടുത്ത വീഡിയോ. എൻ്റെ പേര് അൽഫി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹ്യൂജ് സ്കേർട്ട് ആൻഡ് ടോപ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ സ്കേർട്ട് ആൻഡ് ടോപ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത്രയും അധികം ഡ്രസ്സുകളുണ്ടായി എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല, എല്ലാം താഴോട്ട് പോവുകയാണ്. എൻ്റെ കയ്യിൽ പോലും ഒതുങ്ങുന്നില്ല, അത്രയും ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ഒത്തിരി ലേറ്റ് ആക്കാതെ ഓരോന്നിൻ്റെ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഇതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അത് ഓൾ എന്ന ഓപ്ഷൻ ആക്കിയത്. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു വീഡിയോ. നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്ത സ്കേർട്ട്സ് ആൻഡ് ടോപ്സിൻ്റെ വീഡിയോ ആട്ടോ. അപ്പോൾ മീഷോ ഉണ്ട്, മിന്ത്ര ഉണ്ട്, ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട്, അങ്ങനെ ഓൺലൈൻ സൈറ്റ്സിൽ നിന്ന് എല്ലാത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ്സുകളാണ് ഇന്ന് കാണുന്നത്. അല്ലാതെ ഓൺലൈൻ മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ എല്ലാ സൈറ്റ്സിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് കാണാം. ഇന്നത്തെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ. ഇത് വന്നിട്ട് ഒരു ടോപ്പാട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റേർഡ് യെല്ലോ കളറിൽ നല്ല അടിപൊളി ഒരു ഷർട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ജീൻസിൻ്റെ കൂടെ ക്രോപ്പ് ടോപ്പായിട്ട് വെയർ ചെയ്യാം. ആൻഡ് സ്കേർട്ടിൻ്റെ കൂടെയാണ് ഞാൻ വെയർ ചെയ്യുന്നത്. ഇത് വാങ്ങിയിട്ടുള്ളത് മിന്ത്രയിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്ക്രീനിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം. ഞാൻ ഒരുപാട് നാളായിട്ട് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ മറന്നു. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം. ഈ ഡ്രസ്സിൻ്റെ ഒരു സ്റ്റൈൽ വന്നിട്ട് സൈഡിലും പോക്കറ്റുകളുണ്ട്. ആൻഡ് ഇവിടം വരെ ബട്ടൺസ് ഉണ്ട്. ആൻഡ് ഇവിടെ ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു എലാസ്റ്റിക്കാണ് പോയേക്കുന്നത്. കണ്ടോ, ഇവിടെ ക്രോപ്പ് ടോപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ്. ആൻഡ് കൈയുടെ അവിടെയും വന്നിട്ട് ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല റയോൺ കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അടിപൊളി മെറ്റീരിയലാട്ടോ. നല്ല കളക്ഷനാണ്, നല്ല കളറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. ഇത് ശരിക്കും ബ്ലാക്ക് സ്കേർട്ട്സിൻ്റെ കൂടെയും ബ്ലാക്ക് ജീൻസിൻ്റെ വൈറ്റ് സ്കേർട്ട്സ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റിയ സ്റ്റൈലായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഈ ഷർട്ട്. ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ എടുത്തേക്കുന്ന സ്കേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഫ്ലീറ്റഡ് സ്കേർട്ടാണ് ഞാൻ പെയർ ചെയ്യാനായിട്ട് എടുത്തത്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള കല്യാണിൽ നിന്നാട്ടോ. കല്യാണി ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. സോ കല്യാണിൽ നിന്ന് വാങ്ങിയ സ്കേർട്ടാണ്. ഇത് വന്നിട്ട് ത്രെഡ് വർക്കും കാര്യങ്ങളും ഫ്ലോറൽ പ്രിൻസുമാണ് വന്നേക്കുന്നത്. നോർമൽ സ്കേർട്ട്സ് പോലെ തന്നെ ഒരു എലാസ്റ്റിക്കും കാര്യങ്ങളും വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഫ്ലീറ്റഡ് ആയിട്ട് പോയേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറും നല്ല സ്കേർട്ടുമാണ്. ഇതിൻ്റെ കളേഴ്സ് വന്നേക്കുന്നത് ഈ കളേഴ്സൊക്കെ അതിനകത്ത് യെല്ലോയിഷ് ആൻഡ് ലൈറ്റ് ഗ്രീൻ, പിസ്ത ഗ്രീൻ, അങ്ങനെ ഒരു എല്ലാ കളേഴ്സും മിക്സ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ്. നല്ല സ്കേർട്ടാണ്, നല്ല വെയിറ്റാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പോക വഴി സ്കേർട്ടിൻ്റെ വ്യത്യാസങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇതിന് വെയിറ്റ് ആണെന്ന്. പിന്നെ അടുത്ത സ്കേർട്ട്സ് നമുക്ക് പരിചയപ്പെടാം. അടുത്ത പെയറായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇത് ഞാൻ വന്നിട്ട് മിന്ത്രയിൽ നിന്നാണ് ബൈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സ്ലീവ്ലെസ് ഇതുപോലത്തെ ഇങ്ങനത്തെ സ്ലീവ് ആട്ടോ. ഭയങ്കര ബെല്ലിയായിട്ട് കിടക്കുന്ന ഒരു സ്ലീവ്ലെസ് ആണ്. ഇത് ഓൾസോ ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ തന്നെ എലാസ്റ്റിക് ബാക്കിൽ വന്നിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ടൈ ചെയ്യാവുന്നതുകൊണ്ട് ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാം. ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാം ആൻഡ് സ്കേർട്ടിൻ്റെ കൂടെയും പെയർ ചെയ്യാം. ഷർട്ട് പോലെയാട്ടോ. നല്ല മെറ്റീരിയലാണ് ആൻഡ് നല്ല ഡിസൈൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഇതാണ് ഒരു സ്കേർട്ട്, ഇതാണ് ഒരു ടോപ്പ് വന്നിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്യുന്ന വേറെ സ്കേർട്ട് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇത് വന്നിട്ട് ബ്ലൂ സ്കേർട്ടാണ്. നല്ലൊരു ബ്ലൂ കളറാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എക്സാക്ട് കളറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു സ്കേർട്ടിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പം നല്ല സ്കേർട്ടാണ്. ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ആമസോണിൽ നിന്ന് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്ക്. നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തിട്ട് ബൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒരു വ്യത്യാസം പറയാമെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഓഫ്ലൈനായിട്ട് മേടിക്കുന്ന സ്കേർട്ടിനും ഓൺലൈനായിട്ട് മേടിക്കുന്ന സ്കേർട്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനായിട്ടുള്ള സ്കേർട്ടിന് ഒട്ടും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയൽ. കാരണം അവർ ഈ എമൗണ്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സിന് വെയിറ്റ് കുറവ്, അതായത് നല്ല ക്വാളിറ്റി മെറ്റീരിയലും കാര്യങ്ങളൊന്നും ഇട്ടല്ല അവർ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് വില കുറഞ്ഞ രീതിയിൽ ആ ഒരു ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ഓഫ്ലൈനിൽ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങുന്നുണ്ട്. പക്ഷേ ഓഫ്ലൈനിൽ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ സ്കേർട്ട്സിൻ്റെ കാര്യത്തിൽ ഞാൻ ബൈ ചെയ്തിട്ടുള്ള ഓഫ്ലൈൻ സ്കേർട്ടിനുള്ള ഭയങ്കര വെയിറ്റാണ്. കാരണം നല്ല ഫ്ലീറ്റഡ് ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ നല്ല കട്ടിക്ക് ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ ഓഫ്ലൈൻ സ്കേർട്ട് സെല് ചെയ്യുന്നത്. ഇത് രണ്ടും നല്ല വ്യത്യാസം. അതായത് ഓൺലൈൻ എടുക്കുന്ന വെയിറ്റ്ലെസ്സും മറ്റേത് നല്ല വെയിറ്റുമാണ്. അതാണ് വ്യത്യാസം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോംബോയാണ് ആൻഡ് വെയർ ചെയ്യാൻ നല്ല ഒരു ഐറ്റമാണ്.
പിന്നെ ഞാൻ അടുത്ത സ്കേർട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇത് ആഷ് കളറിലുള്ള, ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് ബൈ ചെയ്ത ഒരു സ്കേർട്ടാണ്. ഇത് ഫ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടാട്ടോ. ഇത് വന്നിട്ട് നല്ല സ്കേർട്ടാണ്, നല്ല ലെങ്താണ്. ഇതിന് എനിക്ക് ശരിക്കും മടക്കി വെക്കണം, അത്രയും ലെങ്താണ്. ആൻഡ് ഓൾസോ നല്ല വെയ്റ്റാണ്. ആഷ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് ഈ സ്കേർട്ടിൻ്റെ അത്യാവശ്യം നല്ല റേറ്റ് ആട്ടോ ഈ സ്കേർട്ടിന് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു 2000 രൂപയുണ്ടായിരുന്നു. പെയർ ചെയ്ത് ഇതിൻ്റെ സെറ്റായിട്ട് 2000 രൂപയ്ക്കാണ് ഞാൻ ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അത്രയും നല്ല മെറ്റീരിയൽ, അത്രയും നല്ല തുണിയും ആട്ടോ ഇതിന് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്ന വൈറ്റ് കളറാണ്. പെയർ ചെയ്തിരിക്കുന്ന ടോപ്പ് എടുത്തേക്കുന്നത് മീഷോയിൽ നിന്നാണ്. നല്ല ടോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലിങ്ക് ഇട്ടേക്കാം. പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ലിങ്ക് എടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന അടുത്ത പെയർ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇത് വന്നിട്ട് മിന്ത്രയിൽ നിന്നാണ് സ്കേർട്ടും ടോപ്പും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. നല്ല മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ കാണാൻ ഞാൻ അടുത്തുകൊണ്ട് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഇതുപോലൊരു ഫ്ലോറൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കൈയും വന്നിട്ട് ഇതുപോലത്തെ ഒരു കൈയാട്ടോ വന്നേക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ള ബെല്ലി കൈ പോലെയാണ് വന്നേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ഇറക്കമുള്ള സ്കേർട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് പെയർ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിനകത്ത് വർക്ക് വന്നേക്കുന്നത്. വേറെ വർക്കും കാര്യങ്ങളും ഒന്നുമില്ല, ഒറ്റ വർക്ക് മാത്രമേ ഉള്ളൂ. വേറെ വർക്കെല്ലാം കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ട് വന്നേക്കണം. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്ലീവ് ആട്ടോ, വേറെ ഒന്നും കാര്യങ്ങളില്ല. ജസ്റ്റ് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഫ്ലോറൽ വർക്ക് കൊടുത്തേക്കുന്നേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തെടുക്കുന്ന സ്കേർട്ട് മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സ്കേർട്ടാണ്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതൊന്നൊരു എയർലൈൻ സ്കേർട്ടാണ്. നല്ല മെറ്റീരിയലാണ്, ഒരു കാലത്തും പോകത്തില്ലാത്ത സൈസ് മെറ്റീരിയലാണ്. എല്ലാ കളേഴ്സും ഇതിന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ സ്കേർട്ട്. ഈ സ്കേർട്ടിൻ്റെ ലാവൻഡർ ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സ്കേർട്ടാണ്. എക്സാക്ട് കളർ പറയാനറിയില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കേർട്ടാണ് ഇത്. ഇതാണ് ഞാൻ അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട്. ഇത് രണ്ടും മിന്ത്രയിൽ നിന്നാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ബൈ ചെയ്തൊരു സ്കേർട്ട് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്കേർട്ട്, അതായത് ആഷ് സ്കേർട്ടിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ വന്നിട്ടുള്ള ബ്ലാക്ക് സ്കേർട്ടാണ്. ഇത് ഞാൻ ഓഫ്ലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആ സെയിം സാധനം, ജസ്റ്റ് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സെയിം ആയിട്ടുള്ള ആഷിൻ്റെ എക്സാക്ട് കളറാണ് ഇത് കേട്ടോ. ഇത്രയും ഫ്ലീറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഓഫ്ലൈനിൽ എടുക്കുന്ന സ്കേർട്ടിന് ഇത്രയും ഫ്ലീറ്റഡ് കിട്ടില്ല കേട്ടോ. ഇത് ഓൺലൈനായിട്ട് എടുക്കുന്ന സ്കേർട്ടിന് ഇത്രയും വിരിവും കാര്യങ്ങളും കിട്ടില്ല. ഓഫ്ലൈൻ ആയതുകൊണ്ടാണ് ഇത് ഇത്രയും വിരിവ് കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ലെങ്ത് ആയിട്ടുള്ള പോർഷനാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഇതിന് ഞാൻ പെയർ ചെയ്യാൻ എടുത്തേക്കുന്നത് മിന്ത്രയിൽ നിന്നാണ് ഈ ടോപ്പ് പർച്ചേസ് ചെയ്തത്. നല്ല ടോപ്പാട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഇതിന്. നല്ല ലൈറ്റ് ബേബി പിങ്ക് കളറാണ് വന്നത്. ആൻഡ് വൈറ്റ് കളറുമാണ് ഫ്ലോറിൽ വഹിക്കുന്നത്. നല്ല രസമാണ് ഈ ടോപ്പ് കാണാനായിട്ട്. ബ്ലാക്കിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ ഇത് നല്ല ലുക്കാണ് കാണാനായിട്ട്. ഇതൊരു അത്യാവശ്യം ക്രോപ്പ് ടോപ്പിൻ്റെ സൈസേ ഉള്ളൂ. ഇൻസേർട്ട് ചെയ്തിടാനാണ് നമ്മൾ ചെയ്യാറ് സ്കേർട്ടിനൊക്കെ. അപ്പോഴാണ് സ്കേർട്ടിനൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടെ, ഈ സ്കേർട്ടാണ്. ഈ സ്കേർട്ട് വന്നിട്ട് മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. കണ്ടോ, അതിൻ്റെ ഒരു ക്വാളിറ്റി വ്യത്യാസങ്ങൾ കണ്ടോ. ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് വ്യത്യാസം എന്താണ് കാണുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. വീഡിയോയിൽ ഇച്ചിരി കൂടെ കളറായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ എക്സാക്ട് കളർ ഇതല്ല, വീഡിയോയിൽ കാണുന്ന കളറല്ല, ഇച്ചിരി കൂടെ ലൈറ്റ് കളറാണ്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ അത്രയും പറയാൻ പാകത്തിന് അടിപൊളി മെറ്റീരിയലാണ്. സൂപ്പർ മെറ്റീരിയലാണെന്നൊന്നും ഞാൻ പറയില്ല. ഒരു ആവറേജ് മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ അത്രയും കെയർ ചെയ്യുക, അതായത് ബോദർ ചെയ്യാത്ത ആൾക്കാരാണ് ഫൈൻ. അതിൻ്റെ അപ്പുറത്തോട്ട് വലിയ അടിപൊളി സാധനമാണെന്ന് ഞാൻ പറയില്ല. റേറ്റും കുറവാണ്. അതിൻ്റെ അനുസരിച്ചുള്ള ക്വാളിറ്റിയിലുള്ള സ്കേർട്ടാണ് മീഷോയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് നമുക്കിടാം. അതിൻ്റെ അപ്പുറത്തോട്ട് ഭയങ്കര ഭംഗി എന്ന് പറയാനായിട്ട് ഈ സ്കേർട്ടിനില്ല. ഫ്ലീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതുപോലെ ഫ്ലീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വലിയ ഭംഗിയും കാര്യങ്ങൾ ഇല്ല. ആൻഡ് ഞാൻ പറയാണ്, വീഡിയോയിൽ കാണുന്ന കളറല്ല ഇതിൻ്റെ നേരിട്ട് കളറ്. അപ്പോൾ നിങ്ങൾ റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഓരോ പ്രൊഡക്ട്സും ബൈ ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ സെർച്ച് ചെയ്തതിന് ശേഷം ഓൺലൈനായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റ് നിങ്ങൾ ബൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യുന്ന സ്കേർട്സിന് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ പ്രൊഡക്ട്സും വാങ്ങുമ്പോൾ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങുക. അല്ലെങ്കിൽ ഇത്രയും രൂപയ്ക്ക് ഇത്രയും വിലക്കുറവിൽ ഇന്ന സാധനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ബൈ ചെയ്യാതെ നല്ല വില കൊടുത്ത് അത്രയും വില കൊടുത്തിട്ട് അഴുക്ക് സാധനം വാങ്ങാതെ ഇച്ചിരി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബൈ ചെയ്യുക. റിവ്യൂസ് എപ്പോഴും വായിച്ചിട്ട് വേണം ഓരോ സാധനങ്ങളും ഓൺലൈനിൽ നിന്ന് വാങ്ങാനായിട്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ടേക്ക് കെയർ.